കരിമ്പത്തൊരുങ്ങുന്നു ഫാം ടൂറിസത്തിൻ്റെ മധുരകാലം. പ്രവൃത്തി ഉടൻ പൂർത്തിയാവും. ഇനി വാഹനങ്ങൾക്ക് ടോൾ പ്ലാസകളിൽ നിർത്തേണ്ടതില്ല. 15 ദിവസത്തിനുള്ളിൽ ഉപഗ്രഹ അധിഷ്ഠിത ടോൾ സംവിധാനം. CMRL എക്സാലോജിക്ക് SFO കുറ്റപത്രം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൈമാറി. ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. KK രാഗേഷ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി. നാഷണൽ ഹെറാൾഡ് കേസ് സോണിയക്കും രാഹുലിനുമെതിരെ കുറ്റപത്രം സമർപ്പിച്ച് ED. വേനൽക്കാലമായതിനാൽ അമീബയ്ക്ക് മത്സ്യഹജരത്തിനെതിരെ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. ഇനി വാഹനങ്ങൾക്ക് ടോൾ പ്ലാസുകളിൽ നിർത്തേണ്ടതില്ല. GPS വഴി വാഹനങ്ങൾ ചാർജ് ചെയ്യാം. 15 ദിവസത്തിനുള്ളിൽ ഉപഗ്രഹ അധിഷ്ഠിത ടോൾ സംവിധാനം ആരംഭിക്കുമെന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി യാത്രയ്ക്ക് ഹൈവേകളിൽ തിരക്ക് കുറയുന്നതിനുമായാണ് പുതിയ സംവിധാനം. ഇനി വാഹനങ്ങൾ ടോൾ പ്ലാസകളിൽ നിർത്തേണ്ടതില്ല. പകരം നൂതന ട്രെക്കിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉപഗ്രഹ ഇമേജിംഗിന്റെ അടിസ്ഥാനത്തിൽ ടോൾ നിരക്കുകൾ സ്വയമേവ കുറയ്ക്കുകയും നീണ്ട ക്യൂകൾ ഇല്ലാതാക്കുക, ഇന്ധനം ലഭിക്കുക, ദേശീയപാതകളിലെ യാത്രാ സമയം കുറയ്ക്കുക എന്നിവയാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും ഉപയോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നയമെന്ന് ഗഡ്കരി പറഞ്ഞു. വാഹനങ്ങൾ ഉപഗ്രഹ വഴി ചെയ്യപ്പെടും. വാഹനവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നേരിട്ട് ടോൾ കുറയ്ക്കപ്പെടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. CMRL എക്സാലോജിക് SFO കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറി. പകർപ്പ് ആവശ്യപ്പെട്ട് ED നൽകിയ അപേക്ഷ എറണാകുളം അഡീഷണൽ കോടതി അംഗീകരിച്ചിരുന്നു. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് പോകാനാണ് നീക്കം. ഇടപാടിൽ ഇൻകം ടാക്സ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CMRLനും മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ സ്ഥാപനത്തിനുമെതിരെ എൻഫോഴ്സ്മെന്റ് നേരത്തെ തന്നെ അന്വേഷണം തുടങ്ങിയിരുന്നു. SFO കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിനൊപ്പമുള്ള മൊഴികൾക്കും രേഖകൾക്കുമായി ED മറ്റൊരു അപേക്ഷ കോടതിയിൽ നൽകുമെന്നാണ് വിവരം. 48ാമത് സംസ്ഥാന ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ARM, അന്വേഷിപ്പിൻ, കണ്ടെത്തൂ എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിലൂടെ ടോവിനോ തോമസ് മികച്ച നടനായും, സൂക്ഷ്മദർശിനി ചിത്രത്തിലൂടെ നസ്രിയ നസീറും, തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി ചിത്രത്തിലൂടെ റിമ കല്ലിങ്കലും നടിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിറ്റി ഫാത്തിമയാണ് മികച്ച ചിത്രം. അപ്പുറം എന്ന ചിത്രത്തിലൂടെ ഇന്ദു ലക്ഷ്മി മികച്ച സംവിധായകയും ഡോക്ടർ ജോർജ് ഓണക്കൂർ ആയിരുന്നു ജൂറി ചെയർമാൻ. ചലച്ചിത്ര രചനാ രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ ചലച്ചിത്ര നിരൂപകനും എഴുത്തുകാരനുമായ വിജയകൃഷ്ണനാണ് ചലച്ചിത്ര രത്നം ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. നടൻ ജഗദീഷിനാണ് റൂബി ജൂബിലി അവാർഡ്. നടി സീമ, ബാബു ആന്റണി, സുഹാസിനി, ഛായാഗ്രാഹകനും സംവിധായകനുമായ വിപിൻ മോഹൻ, നിർമ്മാതാവ് ജൂബിലി ജോയ് തോമസ്, സംഘടനാ സംവിധായകൻ ത്യാഗരാജൻ എന്നിവർക്കാണ് ചലച്ചിത്ര പ്രതിഭ പുരസ്കാരങ്ങൾ. മികച്ച രണ്ടാമത്തെ ചിത്രം സൂക്ഷ്മദർശിനി. രണ്ടാമത്തെ ചിത്രത്തിന്റെ സംവിധായകൻ MC ജിതിൻ, സഹനടൻ സൈജു കുറുപ്പ്, അർജുൻ അശോകൻ, സഹനടി ഷംല ഹംസ. സ്പെഷ്യൽ ജൂറി പുരസ്കാരങ്ങൾ ജാഫർ ഇടുക്കി, ഹരിലാൽ, പ്രമോദ് വെളിയനാട്, ബാലതാരം മാസ്റ്റർ ഏഞ്ചലോ ക്രിസ്ത്യാനോ, ബാലതാരം ബേബി മേലിസ, തിരക്കഥ ഡോൺ പാലത്തറ, ഷെറിൻ കാതിൽ, മികച്ച ഗാനരചയിതാവ് വാസു അരീക്കോട്, വിശാൽ ജോൺസൺ, സംഗീത സംവിധായകൻ രാജേഷ് വിജയ്, പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ, ഗായിക വൈക്കം വിജയലക്ഷ്മി, ദേവാനന്ദ ഗിരീഷ്, ഛായാഗ്രഹണം ദീപക് D മോഹനൻ, ഫിലിം എഡിറ്റർ കൃഷാന്ത്, ശബ്ദം റസൂൽ പോക്കുറ്റി. മികച്ച കുട്ടികളുടെ ചിത്രം കലാം സ്റ്റാൻഡേർഡ് 5B. സാമൂഹിക പ്രസക്തിയുള്ള ചിത്രം 1 പ്രതിമുഖം, 2 ജീവൻ, 3 ഇഴ, 4 സ്വർഗം. മികച്ച സംസ്കൃത ചിത്രം ഏകാഗി ധർമ്മയോദ്ധ. 80 ചിത്രങ്ങളാണ് ഇക്കുറി അപേക്ഷിച്ചത്. അസോസിയേഷൻ പ്രസിഡന്റും ജൂറി ചെയർമാനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂർ, ജനറൽ സെക്രട്ടറി തെക്കിക്കാടൻ ജോസഫ് എന്നിവരാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ലോകോത്തര നിലവാരമുള്ള ഫാം ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ കരിമ്പം ഫാം ഒരുങ്ങുന്നു. പരമ്പരാഗത കൃഷിരീതി നിലനിർത്തി ആധുനിക സാങ്കേതിക വിദ്യകളിലൂടെ അത്യുൽപാദന ശേഷി കൈവരിക്കാനും വിനോദസഞ്ചാരികൾക്ക് പഠനത്തിന് അവസരമൊരുക്കാനും ലക്ഷ്യം വെച്ചാണ് ഫാം ടൂറിസം ഒരുങ്ങുന്നത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഫാം സന്ദർശന വേളയിൽ താമസിച്ചിരുന്നു. ബംഗ്ലാവാണ് ഫാമിന്റെ പ്രധാന ആകർഷണീയത. 120 വർഷം പഴക്കമുള്ള ഫാമിൽ മനോഹരമായ നടപ്പാത, ഓപ്പൺ സ്റ്റേറ്റ് കുട്ടികളുടെ പാർക്ക് എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായി വരികയാണ്. ഫാമിന്റെ നടുവിലൂടെ നിർമ്മിക്കുന്ന കല്ലുപാകിയ ദീർഘദൂര നടപ്പാതയിലൂടെ നടന്നാൽ ഫാമിന്റെ മനോഹാരിതയും വർഷങ്ങൾ പഴക്കമുള്ള വൻ മരങ്ങളുടെ തണലും കാർഷിക സംസ്കൃതിയുടെ നാൾവഴികളും അനുഭവിച്ചറിയാനാകും. നബാർഡിന്റെ സഹായത്തോടെ
ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കളുടെ ഉൽപാദനത്തിനായി പോളി ഹൗസുകളും മഴമറയും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ഫാമിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി നിർമ്മിക്കുന്ന ചുറ്റുമതിലിന്റെ ചെയിൻ ലിങ്കിന്റെയും നിർമ്മാണവും പുരോഗമിക്കുകയാണ്. കർഷകർക്ക് സമയബന്ധിതമായി ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് 3 ലക്ഷത്തോളം കുരുമുളക് തൈകളുടെ ഉൽപാദനവും ഫാമിൽ നടന്നുവരുന്നു. കൂടാതെ പന്നിയൂർ 1 മുതൽ 10 വരെയുള്ള കുരുമുളക് ഇനങ്ങൾ നാഗപാത രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ജില്ലയിലെ കൃഷി ഭവനുകളിലേക്ക് ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിക്കായി 1 ഹെക്ടർ സ്ഥലത്ത് പാവൽ, പടവലം, താലോരി, വെള്ളേരി, കുമ്പളം, മത്തൻ, ചീര എന്നിവയുടെ വിത്ത് ഉൽപ്പാദിപ്പിച്ചു വരുന്നു. കരിമ്പം ഫാമിനെ കാർബൺ ന്യൂട്രൽ ഫാമായി മാറ്റുന്നതിന്റെ ഭാഗമായി സംയോജിത കൃഷിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ തേനീച്ചയുടെയും ചെറുതേനീച്ചയുടെയും കോളനികൾ സ്ഥാപിച്ച് തേൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഹണി ഡ്രോപ്സ് കരിമ്പം എന്ന പേരിൽ തേൻ വിപണിയിലെത്തിയിട്ടുണ്ട്. കരിമ്പം ഫാമിലെ ടിഷ്യൂ കൾച്ചർ ലാബും വികസനത്തിന്റെ പാതയിലാണ്. വാഴയിൽ നേന്ത്രൻ, റോബസ്, സ്വർണ്ണമുഖി എന്നിവയുടെ ടിഷ്യൂ കൾച്ചർ വഴി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇഞ്ചി, മഞ്ഞൾ എന്നിവയുടെ ഉൽപ്പാദനം ലാബിൽ പരീക്ഷണത്തിലാണ്. ജില്ലയിലെ കൂൺ കർഷകരുടെ ആവശ്യകത കണക്കിലെടുത്ത് ചിപ്പിക്കൂൺ, പാൽക്കൂൺ എന്നിവയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സ്യൂഡോമോണാസ്, ട്രൈക്കോഡർമ, ബ്യുവേറിയ തുടങ്ങിയ വളങ്ങൾ കർഷകരുടെ ആവശ്യാനുസരണം ലഭ്യമാക്കി വരുന്നുണ്ട്. ജില്ലയിലെ കേര കർഷകർക്ക് ആത്മവിശ്വാസമേകി കൂമ്പ് ചീയലിനെതിരെ ഫലപ്രദമായ ഡ്രൈക്കോ കേക്കും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഫാമുകളിലൊന്നായ കരിമ്പം ഫാമിൽ MV ഗോവിന്ദൻ മാസ്റ്റർ MLA വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ഫാം ടൂറിസം പദ്ധതിക്കായി നീക്കിവെച്ചിട്ടുണ്ട്. ടൂറിസവും കൃഷിയും ഒരുമിച്ച് വിനോദസഞ്ചാരത്തിന് പുതിയ തല സൃഷ്ടിക്കുകയാണെന്ന ലക്ഷ്യത്തോടെയാണ് ഫാം ടൂറിസത്തിന് രൂപം നൽകിയിട്ടുള്ളത്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ജനങ്ങളും ടൂറിസവും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജനകീയ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളാണ് കരിമ്പം മുന്നോട്ട് വെക്കുന്നത്. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. കലാപ്രകടനത്തിന് അവസരം നൽകുന്നു. 2ാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മെയ് 8 മുതൽ 14 വരെ കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന എന്റെ കേരളം കണ്ണൂർ 2025 പ്രദർശന വിപണന മേളയുടെ അരങ്ങിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് കേരളത്തിലെ സർവകലാശാല കലോത്സവങ്ങളിലും സംസ്ഥാന കേരളോത്സവത്തിലും 1ാം സ്ഥാനം നേടിയ കണ്ണൂർ ജില്ലയിലെ കലാകാരന്മാർക്കും കലാകാരികൾക്കും അവസരം നൽകുന്നു. താല്പര്യമുള്ളവർ PRDയുമായി ബന്ധപ്പെടണം. വായനോത്സവം പോസ്റ്റർ പ്രകാശനം ചെയ്തു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന വായനാ മത്സരത്തിന്റെ പോസ്റ്റർ പ്രകാശനം മുൻ MLA MV ജയരാജൻ നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ലിബർട്ടി ബഷീർ, ഫോക്ലോർ അക്കാദമി സെക്രട്ടറി K അജയ്കുമാർ, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം MK രമേഷ് കുമാർ, MK മനോഹരൻ, നാരായണൻകാവുമ്പായി ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK വിജയൻ, പ്രസിഡന്റ് മുകുന്ദം മഠത്തിൽ, ഡോക്ടർ സുധ അഴീക്കോടൻ, P ജനാർദ്ദനൻ, KK ലതിക, EK ബീന തുടങ്ങിയവർ പങ്കെടുത്തു. ഏപ്രിൽ 25, 26, 27 തീയതികളിൽ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് വായനോത്സവം നടക്കുന്നത്. താളിപ്പറമ്പിൽ വഖഫ് ഭൂമി തട്ടിയെടുക്കാനുള്ള ലീഗ് നീക്കം തടയണമെന്ന് MV ജയരാജൻ. അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഈ നീക്കത്തിനെതിരെ എല്ലാ വിഭാഗവും പ്രതിഷേധിക്കണമെന്ന് MV ജയരാജൻ ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കി പ്രഗത്മതികളായ ജസ്റ്റിസ് V ഖാലിദിന്റെയും CKP ചെറിയ മാമുക്കയുടെയും നേതൃത്വത്തിൽ 1967 ആരംഭിച്ച കാനനൂർ ഡിസ്ട്രിക്ട് മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷനെ ഇന്ന് നയിക്കുന്നത് വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ വ്യാജരേഖ ഉണ്ടാക്കിയ ലീഗ് നേതാക്കളാണ്. ഇക്കൂട്ടരുടെ നിയമവിരുദ്ധ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിക്കൊണ്ടുവരികയാണെന്ന് CPM സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞു. വഖഫ് സംരക്ഷണ റാലി ലീഗുകാർ നടത്തുമ്പോൾ തങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കാസിയായ താളിപ്പറമ്പ് മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ ഭൂമിയുടെ തണ്ടപ്പേരും വസ്തുനികുതി രസീതും പള്ളി കമ്മിറ്റിയുടെ പേരിൽ നിന്നും ലീഗ് ജില്ലാ നേതാക്കൾ ഭാരവാഹികളായ സൊസൈറ്റിയുടെ പേരിൽ ആക്കുകയാണ് ചെയ്തത്. പാട്ട വ്യവസ്ഥിതിയിൽ ലഭിച്ച വഖഫ് ഭൂമി വ്യാജരേഖകൾ ഉണ്ടാക്കി കൈവശപ്പെടുത്തുന്നതിനായിരുന്നു ലീഗ് നേതൃത്വം പരിശ്രമിച്ചത്. അതാണിപ്പോൾ പുറത്തു വന്നത്. 5 ഏക്കർ ഭൂമിയുടെ രേഖ കാണിച്ച് ട്രെയിനിങ് കോളേജിനും സ്കൂളിനും അധികൃതരിൽ നിന്നും അനുമതി വാങ്ങി. 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ വെവ്വേറെ ഭൂമികൾ വേണ്ടതാണ്. എന്നാൽ ഒരേ ഭൂമി തന്നെ 2 തവണ കാണിച്ചിട്ടാണ് 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേടിയെടുത്തത്. ഇതും നിയമവിരുദ്ധമായ നടപടിയാണ്. പള്ളിയുടെ കാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റായ പണക്കാട് സാദിഖ് അലി തങ്ങളാണ്
കോടതി വിലമതിക്കുന്ന ഭൂമി തട്ടിപ്പിന് നേതൃത്വം കൊടുത്തവർ മുഴുവൻ ലീഗ് നേതാക്കളാണ്. അഴിമതി നിറഞ്ഞ വഖഫ് ഭൂമി തട്ടിപ്പും ക്രമക്കേടുകളുമാണ് ലീഗ് നേതാക്കളുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പിൽ നടന്നത്. ഇത് സംബന്ധിച്ച് ലീഗ് സംസ്ഥാന നേതൃത്വം മറുപടി പറയണം. വഖഫ് നിയമ ഭേദഗതിയിലൂടെ വഖഫ് സ്വത്തുകൾ പിടിച്ചെടുക്കുമ്പോൾ BJP പരിശ്രമിക്കുമ്പോഴാണ് ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ ഒത്താശയോടെ തളിപ്പറമ്പിൽ വഖഫ് ഭൂമി തട്ടിയെടുക്കാനുള്ള നീക്കം നടക്കുന്നത്. അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഈ നീക്കത്തിനെതിരെ എല്ലാ വിഭാഗവും പ്രതിഷേധിക്കണമെന്ന് MV ജയരാജൻ ആവശ്യപ്പെട്ടു. കണ്ണൂർ സ്വദേശി ദുബായിൽ അന്തരിച്ചു. കണ്ണൂർ സിറ്റി നീർച്ചാൽ ഭാഗത്തിന് സമീപം CH ഹൗസിൽ താമസിക്കുന്ന അഫ്സൽ CH 46 ദുബായിൽ ഹൃദയാഘാതം മൂലം അന്തരിച്ചു. ദുബായ് കറാമ സിറ്റി മക്കാനിയിലെ ഷെഫായിരുന്നു. അബുദാബി കണ്ണൂർ മണ്ഡലം KMCC ജനറൽ സെക്രട്ടറി മഷ്തൂഖ് നീർച്ചാലിൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. മാതാപിതാക്കൾ ഹംസ, സുബൈദ, ഭാര്യ ആമിന, മക്കൾ ആദില, മാസിയ, ഹഫ്സ, മറ്റു സഹോദരങ്ങൾ സാജിദ്, നജീബ്, ഫർസാന. നിരവധി വർഷങ്ങളായി UAE-യിൽ ജോലി ചെയ്യുന്ന അഫ്സൽ നെർച്ചാലിയൻസ് UAE കൂട്ടായ്മ അംഗമായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി KK രാഗേഷിനെ തിരഞ്ഞെടുത്തു. മുൻ രാജ്യസഭാ MP ആയ രാഗേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പ്രവർത്തിച്ചു വരികയായിരുന്നു. നിലവിലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MV ജയരാജനെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് പുതിയയാളെ കണ്ടെത്തേണ്ടി വന്നത്. ഇന്ന് ചേർന്ന CPM ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് രാഗേഷിനെ ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. പുതിയ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരിക്കുകയും ചെയ്തു. ഇന്നു മുതൽ മറ്റു ജില്ലകളിലും ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നിലവിൽ CPM സംസ്ഥാന സമിതി അംഗമാണ് കൂടിയാണ് രാഗേഷ്. 2015-ൽ രാജ്യസഭാ അംഗമായിരുന്നു. SFI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് ചുമതലകളും വഹിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ സ്വാധീന കേന്ദ്രമായ കണ്ണൂർ ജില്ലയുടെ സെക്രട്ടറി എന്ന ചുമതല ഏറ്റവും ഉത്തരവാദിത്തം നിറഞ്ഞ ഒന്നാണെന്ന് രാഗേഷ് പറഞ്ഞു. എല്ലാവരുമായി കൂടിയാലോചിച്ച് കൂട്ടായ ചുമതല നിർവഹിക്കാൻ സാധിക്കുമെന്ന ഉത്തമ ബോധ്യം തനിക്കുണ്ട്. കണ്ണൂർ ജില്ലയിലെ പാർട്ടി രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറിയത് സ്വാഭാവികം വന്നു ചേർന്ന ഒന്നല്ല. അത്യുജ്വലമായ പോരാട്ടങ്ങളാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ രൂപപ്പെടുത്തിയത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനമേറ്റ ശേഷം പ്രതികരിക്കുകയായിരുന്നു KK രാഗേഷ്. ധീരരായ രക്തസാക്ഷികൾ ജീവൻ സമർപ്പിച്ചുകൊണ്ട് നടത്തിയ ചെറുത്തുനിൽപ്പിൻ്റെയും പോരാട്ടങ്ങളുടെയും ഉൽപ്പന്നമാണ് കണ്ണൂരിലെ പാർട്ടിയെന്നും രാഗേഷ് കൂട്ടിച്ചേർത്തു. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയയ്ക്കും രാഹുലിനുമെതിരായ കുറ്റപത്രം സമർപ്പിച്ച് ED. സാംപിത്രോടെയും പേരും കുറ്റപത്രത്തിൽ ഉണ്ട്. ദില്ലി റസ് അവന്യൂ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഈ മാസം 25-ന് കേസ് കോടതി പരിഗണിക്കും. നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ ഉടമസ്ഥരായ അസോസിയേറ്റ് ജേർണലിസ്റ്റിൻ്റെ കോടികൾ വില വരുന്ന ആസ്തി സോണിയും രാഹുലും ഡയറക്ടർമാരായ യങ് ഇന്ത്യൻ എന്ന കമ്പനി തട്ടിയെടുത്തുവെന്ന BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതിയിലാണ് ഈ കേസെടുത്തത്. കേരളത്തിൽ